എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. റോബ് മൈഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ലോകത്തിറങ്ങുന്ന ഒട്ടുമിക്ക ബ്രാൻഡുകളുടെയും പെർഫോമൻസ് എഡിഷൻ ആയിട്ടുള്ള കാറുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ മെഴ്സിഡീസ് ബെൻസിനെ എടുത്ത് പറയുകയാണെങ്കിൽ അവരുടെ ആ പെർഫോമൻസ് കാറുകളെ AMG ഡിവിഷനിലാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. BMW എടുക്കുകയാണെങ്കിൽ M സീരീസ് എന്നാണ് പറയുക. അതുപോലെ നമ്മൾ സ്കോഡ ആണെങ്കിലും ഓഡിയൊക്കെ ആണെങ്കിലും RS റാലി സ്പോർട്സ് എന്നൊക്കെയാണ് പറയുക. അതേപോലെ ഹുണ്ടയുടെ ഏറ്റവും പെർഫോമൻസ് എഡിഷൻ ആയിട്ടുള്ള വാഹനങ്ങൾ N-Line എന്ന് പറയുന്ന ഒരു ലൈനപ്പിലാണ് പൊതുവേ വരുന്നത്. അപ്പം N-Line നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഹുണ്ടൈ N-Line എന്ന് അതിന് പേരിട്ടുണ്ടാവുമായിരിക്കും അല്ലേ? നമ്മൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്. നമ്മുടെ പേജ് ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഫോളോ ചെയ്യണം. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കണം. എന്നാൽ നമ്മൾ പുതുതായിട്ട് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. സോ എഗെയിൻ വെൽക്കം ടു റോബ് മൈ ഷോ. അപ്പോൾ ഹുണ്ടയുടെ N-Line എന്ന് പറയുന്നത് എന്താണ് നമുക്ക് നോക്കാം. ഹുണ്ടയുടെ ഗ്ലോബലായിട്ടുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ വരുന്നത് സൗത്ത് കൊറിയയിലെ നംയാങ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആ നംയാങ്ങിൻ്റെ ആണ് മെയിനായിട്ട് N-Lineൻ്റെ ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇനി രണ്ടാമത് വേറൊരു കാര്യം കൂടെയുണ്ട്. അതായത് ഹുണ്ടയുടെ പെർഫോമൻസ് കാറുകൾ, അതായത് ഒട്ടുമിക്ക ബ്രാൻഡുകളുടെയും പെർഫോമൻസ് കാറുകൾ ടെസ്റ്റ് ചെയ്യുന്ന ജർമ്മനിയിലെ ടെസ്റ്റ് ട്രാക്കുണ്ട്. നുബർഗ്രിങ് എന്നാണ് ആ ഒരു ടെസ്റ്റ് ട്രാക്കിൻ്റെ പേരെന്ന് പറയുന്നത്. അപ്പോൾ ആ ടെസ്റ്റ് ട്രാക്കിലാണ് കഴിവതും മിക്ക വാഹനങ്ങളും, പ്രത്യേകിച്ച് ഹുണ്ടയൊക്കെ കൊണ്ടുപോയി അവരുടെ വാഹനങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നത്, സ്പീഡ് പെർഫോമൻസ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു സ്ഥലത്തിൻ്റെ ആ ട്രാക്കിൻ്റെ പേരിലും അതിനകത്തും ഉള്ളത് കൊണ്ടാണ് ഈ N-Line എന്ന് പറയുന്ന വേരിയൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിന് പിന്നെയും ഒരു ചരിത്രമുണ്ട്. എന്തുകൊണ്ടാണ് ഹുണ്ടൈ N-Line എന്ന് പറയുന്ന ഒരു വേരിയൻറ്റിലേക്ക് വന്നതെന്നുള്ളതിനൊക്കെ നമുക്ക് ചിന്തിക്കാം. മെയിനായിട്ട് 2007 ആദ്യമായിട്ട് ഈ നുബർഗ്രിങ് എന്ന് പറഞ്ഞ ട്രാക്കിലേക്ക് രണ്ട് സഹോദരങ്ങൾ ഹുണ്ടയുടെ ഒരു പുറത്തൊക്കെയുള്ള നമുക്കിവിടെയുള്ള ഒരു വണ്ടിയല്ല, ഹുണ്ടയുടെ ഒരു കൂപ്പയായിട്ടുള്ളൊരു വാഹനം അതിൽ ഓടിക്കുകയും 230 പേര് റേസ് ചെയ്തതിനകത്ത് ഇവർ 13ാമത്തെ സ്ഥാനത്ത് വരികയും ചെയ്തു. അതായത് 230 ബ്രാൻഡുകളും കാറുകളും മത്സരിക്കുന്നതിനകത്ത് ഇവർ 13ാം സ്ഥാനത്ത് വന്നു. അത് വലിയൊരു സംഭവമായി. ഹുണ്ടൈ നോക്കിയപ്പോഴത്തേന് അവരുടെ ഒരു കാറ് മത്സരിച്ച് അത് 13th പൊസിഷനിലേക്ക് വരിക എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര പേരും പെരുമയും നേടിക്കൊടുത്തുകൊണ്ട് അവർ അന്ന് മുതൽ അതിനുവേണ്ടി ഒരു റിസർച്ച് സ്റ്റാർട്ട് ചെയ്തു. ആ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് പല പല വാഹനങ്ങളും സീരീസുകളൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഫൈനലി N-Line 2 സീരീസ് അവർ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. അതിൽ നമ്മളിവിടെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഹുണ്ടയുടെ ഏറ്റവും പുതിയ ക്രെറ്റ ഓൾറെഡി ഇറങ്ങിയിട്ട് അധികം നാളായിട്ടില്ല. അവരുടെ N-Line സീരീസ് വന്നിരിക്കുകയാണ്. ആ വാഹനമാണ് നമ്മളിന്ന് കാണുന്നത്. അപ്പം N-Lineലേക്ക് വരുന്ന സമയത്ത് തന്നെ ഞാൻ ഇത്രയും പറഞ്ഞതിനകത്ത് മനസ്സിലായി വണ്ടി പെർഫോമൻസിന് വേണ്ടി ഉള്ള ഒരു വാഹനമായിരിക്കും. പ്രത്യേകിച്ച് നമുക്കറിയാം GT ലൈൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ പല ബ്രാൻഡ്സിനെ, ഗ്രാൻഡ് ടൂറർ അല്ലെങ്കിൽ ഗ്രാൻഡ് ടെറിസ്മോ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ലോങ് ഡിസ്റ്റൻസ് വളരെ ലക്ഷറിയും കംഫോർട്ടിലും നല്ല ഡ്രൈവിംഗ് സുഖത്തിൽ ഓടിക്കാൻ പറ്റുന്ന വാഹനങ്ങളെയാണ് GT ലൈനപ്പിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഹുണ്ടയുടെ N-Lineലേക്ക് വരുന്ന സമയത്തും പെർഫോമൻസിനാണ് അവർ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ എസ്തെറ്റിക്കലായിട്ട് ഭയങ്കര സ്പോർട്ടി ആയിട്ടുള്ള ആക്സൻസും വാഹനത്തിൽ കൊണ്ടുവരാൻ അവർ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഏറ്റവും പുതിയ ഈ പറയുന്ന ക്രെറ്റയിലേക്ക് വരുമ്പോൾ ഉള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ നോക്കാം. ഒരുപാട് വ്യത്യാസങ്ങളൊന്നും ഇല്ല, എങ്കിൽ പോലും നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ പുതിയ ക്രെറ്റ കണ്ടതാണ് ഈ കണക്റ്റഡ് ആയിട്ട് വരുന്ന അടിപൊളി ഹൊറൈസൺ കണക്റ്റഡ് ആയിട്ട് വരുന്ന LED ലാംപ്സ് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ലോഗോ നമ്മൾ ഇവിടെ കണ്ടതാണ്, വളരെ മനോഹരപ്പെട്ട ലോഗോ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു 360-degree ക്യാമറയുണ്ട്. ഇതൊന്നും ഒരു വലിയ പ്രത്യേകതയായിട്ട് തോന്നേണ്ട കാര്യമില്ല, കാരണം ഇതൊക്കെ നേരത്തെ ഉള്ള ക്രെറ്റയിലും ഉള്ളതാണ്. പക്ഷേ ഈ ഗ്രില്ലിൻ്റെ പാറ്റേണിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ ഈ വാഹനം പെർഫോമൻസിൻ്റെ എഡിഷൻ വാഹനമാണെന്ന് അറിയിക്കാനുള്ള N-Lineൻ്റെ ബാഡ്ജിങ് അവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. പിന്നെ GT ലൈൻ ആണെങ്കിലും N-Line ഒക്കെ ആണെങ്കിലും അതിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന റെഡ് എന്ന് പറഞ്ഞൊരു കളറാണ്, സ്പോർട്ടിനെസ് കൂടുതൽ തരുന്ന ഒരു കളറാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് റെഡ് ഇൻസേർട്ടുകൾ നമ്മൾ ഈ ഫ്രണ്ട് ഭാഗത്ത് കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഹെഡ് ലാംപ്സ് നമുക്കറിയാം, ഈ ഒരു വാഹനത്തെ ഹെഡ് ലാംപ്സ് പൊസിഷൻ ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. അത് പ്രൊജക്ടറായിട്ട് വരുന്ന ഹെഡ് ലാംപ്സ് ആണ്. ഹൈ ബീം, ലോ ബീം അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. ലോ ബീമാണ് മുകളിൽ വരുന്നത്, ഹൈ ബീം താഴെ വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പം ഇതാണ് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പം ഇനി നമുക്ക് സൈഡിലേക്ക് പോകാം. സൈഡിലേക്ക് പോകുന്ന സമയത്ത് പ്രകടമായിട്ട് വന്നിരിക്കുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത് വാഹനത്തിൻ്റെ വീൽ സൈസിലാണ്. നേരത്തെ 17 ഇഞ്ച് വരെയുള്ള വീൽ സൈസ് ആണ് വന്നിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ വാഹനത്തിനകത്ത് വന്നിരിക്കുന്നത് 18 ഇഞ്ച് വരുന്ന ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ ഒരു N-Line സീരീസിലേക്ക് വരുമ്പോഴുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ ഈ ഒരു സസ്പെൻഷൻ്റെ ട്യൂണിങ് ആണ്. കാരണം ഇത് നമുക്കത് ഈ N-Line സീരീസ് ഉള്ള നമ്മുടെ ഹുണ്ടയുടെ ഏത് വാഹനങ്ങൾ ഓടിച്ചാലും നമുക്കത് മനസ്സിലാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് പെർഫോമൻസ് കുറച്ചും കൂടെ എൻഹാൻസ്ഡ് ആയിട്ടായിരിക്കും വരുന്നത്. അത് നമ്മൾ ഈ പറയുന്ന എഞ്ചിൻ്റെ പെർഫോമൻസ് മാത്രമായിരിക്കില്ല, ഈ സസ്പെൻഷൻ്റെ പെർഫോമൻസും ബ്രേക്കിങ്ങിൻ്റെ പെർഫോമൻസും ഒക്കെ വ്യത്യാസങ്ങളുണ്ടാകും. അതായത് സ്റ്റിയറിങ്ങിൻ്റെ പെർഫോമൻസ് ഒക്കെ വ്യത്യാസം ഉണ്ടാകും.
അപ്പോൾ ഈ ഒരു വാഹനം ഹൈ സ്പീഡുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഹൈ പെർഫോമൻസിന് വേണ്ടി ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ സസ്പെൻഷൻ ഡിഫറൻ്റ്ലി ട്യൂൺഡ് ആണ്. അതായത് മക്ഫേഴ്സൻ്റെ സ്റ്റഡ് വിത്ത് കോയിൽ സ്പ്രിംഗ് ആണ് ഫ്രണ്ടിൽ വരുന്നത്, ബാക്കിൽ ടോർഷൻ ബീം കപ്പിൾ ടോർഷൻ ബീം ആണ് വരുന്നത്. അപ്പോൾ മക്ഫേഴ്സൻ്റെ സ്ട്രെറ്റ് ട്യൂൺഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് വ്യത്യാസം വരുന്നത് നോക്കുക. അതായത് നമ്മൾ ഈ പെർഫോമൻസ് അല്ല സ്പീഡ് കൂടുന്ന വാഹനങ്ങൾക്ക് സോഫ്റ്റ് സസ്പെൻഷൻ അത്ര അഭികാമ്യമായിട്ടുള്ളൊരു കാര്യമില്ല, കാരണം വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റി മിസ്സാവും. അപ്പോൾ സ്പീഡ് കൂടുന്നതനുസരിച്ച് നമ്മൾ കൂടുതൽ പ്രീമിയം വാഹനങ്ങളിലൊക്കെ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സ്പീഡ് കൂടുന്നതിനനുസരിച്ച് വാഹനത്തിൻ്റെ പവർ സ്റ്റിയറിംഗ് കട്ടാവുകയാണ് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കലി അത് ഓഫായിട്ട് വാഹനം കുറച്ചുകൂടെ സ്റ്റിഫ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഒന്ന് കൈവിട്ട് പോയെന്ന് പറഞ്ഞാലും ഒരു 100-140 പോകുമ്പോൾ വണ്ടി പെട്ടെന്ന് ഔട്ടറിലേക്ക് പോകത്തില്ല. അതിനുവേണ്ടി ഒരു സേഫ്റ്റി ഫീച്ചറായിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ ഈ വാഹനത്തിനകത്തും സസ്പെൻഷൻ ഇങ്ങനെ ഡിഫറൻ്റ്ലി ട്യൂൺ ചെയ്തിരിക്കുന്നത് കൊണ്ട് വാഹനത്തിൻ്റെ സസ്പെൻഷൻ കുറച്ചുകൂടെ സ്റ്റിഫായിരിക്കും. അപ്പോൾ അത് ഓഫ് കോഴ്സ് യാത്രാസുഖത്തെ കുറച്ച് ബാധിക്കാനുള്ളൊരു ചാൻസസ് ഉണ്ട്. ലൈക്ക് ഇത് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നുണ്ട്, അങ്ങനെ ആയിരിക്കാം അത് മേക്ക് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പം അതാണ് സസ്പെൻഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ മിറേഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് 2 വേരിയൻസിലാണ് നമുക്ക് കിട്ടുന്നത്. N8, N10 എന്ന് പറയുന്ന 2 വേരിയൻസിലാണ് N-line വാഹനങ്ങൾ കിട്ടുന്നത്. നമ്മളിവിടെ കൂടെ ഉള്ളത് N10 ആണ്, ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ള N10 ആണ് വരുന്നത്. അപ്പം ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മിറേഴ്സ് കണ്ടോ. ഇപ്പോൾ വാഹനത്തിൻ്റെ കളർ ഏതും ആയിക്കോട്ടെ, നമുക്കൊരു 3 ഡ്യുവൽ ടോണോ 3 കളേഴ്സും കിട്ടും. വാഹനത്തിൻ്റെ ഏത് കളറാണെങ്കിലും വൈറ്റ് കളർ വാഹനമാണെങ്കിൽ പോലും അതിന് ബ്ലാക്ക് മിറേഴ്സ് ആയിരിക്കും കേട്ടോ വരുന്നത്. അതിനടിയിലായിട്ട് തന്നെ നമുക്കൊരു ചെറിയൊരു ക്യാമറ നമുക്ക് കാണാൻ പറ്റും. 360 ഡിഗ്രി നമുക്ക് പോസിബിൾ ആക്കുന്ന ഒരു ക്യാമറയാണ് വരുന്നത്. പിന്നെ N-lineൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ഫീച്ചർ എന്ന് പറയുന്നത് ഏറ്റവും താഴോട്ട് വരുന്ന സമയത്ത് ഈ വാഹനത്തിനകത്ത് വരുന്ന റെഡ് ആക്സൻസ് ആണെന്ന് ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ അത് ആ ഫ്രണ്ടിൽ ഒരു സ്കേർട്ടിങ്, ആ ഒരു ഫ്രണ്ട് വീൽ ക്ലാഡിങ് മുതൽ ബാക്കിൽ വീൽ ക്ലാഡിങ് വരെ അങ്ങനെ ഒരു സ്കേർട്ടിങ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ലൈക്ക് ഈ ടയേഴ്സിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് കാലിപ്പർ റെഡ് ആക്കിയിട്ടുണ്ടെന്നുള്ളതാണ് പ്രത്യേകത. ആ റെഡ് കാലിപ്പേഴ്സ് നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അത് ഈ ഒരു റെഡ് കാലിപ്പർ വന്നാൽ തന്നെ മനുഷ്യൻ്റെ മനസ്സിലേക്ക് വരുന്നൊരു ആശയമാണ് വാഹനം ഭയങ്കര എന്തോ സ്പോർട്ടിയാണെന്നുള്ള കാര്യം. അപ്പോൾ അത് തന്നെയാണ് അവരും പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്കിലേക്ക് വരാം. ബാക്കിലേക്ക് വരുമ്പോൾ ഉള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. N-line വന്നപ്പോൾ കാര്യമായിട്ടുള്ള ചെറിയ വ്യത്യാസങ്ങളുണ്ട്, നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെന്നേ ഉള്ളൂ. കാരണം സ്പോർട്ടി വാഹനങ്ങളിനകത്ത് അതിൻ്റെ സ്പോയിലർ എപ്പോഴും ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതിപ്പോൾ ഫംഗ്ഷനിങ് സ്പോയിലർ അല്ലെങ്കിൽ പോലും നേരത്തെ ഒരു വാഹനത്തിനകത്ത് നിന്നാണ് ഈ സ്പോയിലറിൻ്റെ പോർഷൻ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ ഒരു പ്ലേറ്റും കൂടെ ആഡ് ചെയ്ത് സ്പ്ലിറ്റ് ആയിട്ടുള്ള ഒരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ സ്പോർട്സ് കാറുകളിലൊക്കെ സ്പോയിലറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. അത് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. വാഹനത്തിൻ്റെ ബ്രേക്കിങ്ങിനൊക്കെ ഈ സ്പോയിലർ നമുക്ക് ഒരു മോട്ടറൊക്കെ വെച്ചിട്ട് നമുക്ക് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ബ്രേക്കിങ്ങിനൊക്കെ ചെയ്യാൻ പറ്റും. ഇത്തരം വാഹനങ്ങളിൽ അത് വരുന്നില്ല, പക്ഷേ ആ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ സ്പ്ലിറ്റ് ആയിട്ടുള്ള ഒരു സ്പോയിലർ വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. മുകളിൽ നമുക്ക് ഷാർഫിൻ ആൻറ്റന കാണാം, അതുപോലെ തന്നെ ഗ്ലാസ്, ഡീഫോഗർ, ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ്, വൈപ്പേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ലൈറ്റ്സും നമുക്ക് ഹൊറൈസൺ കണക്റ്റഡ് ആയിട്ട് വരുന്ന LED ടെയിൽ ലാംപ്സ് ആണ്. അതിലൊന്നും വ്യത്യാസമില്ല. പിന്നെ ഇതിനകത്ത് വ്യത്യാസമുള്ള നിങ്ങൾ ജസ്റ്റ് അവിടെ നോക്കിയാൽ മതി. കണ്ടോ, ആ റെഡ് അവിടെ വാരിക്കോരി വെതറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പെർഫോമൻസ് വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വാഹനത്തിൻ്റെ മഫ്ലേഴ്സ് കണ്ടാൽ തന്നെ ട്വിൻ മഫ്ലേഴ്സ് ആണ്, ട്വിൻ എക്സോസ്റ്റുകളാണ് കേട്ടോ മഫ്ലേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ 2 പോക്കുകളിലൊക്കെ ഉള്ള വണ്ടി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു പവർ ഉണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഈ വാഹനത്തിലേക്ക് വരുന്ന സമയത്ത് എഞ്ചിനകത്തുള്ള ചേഞ്ചസ് കാര്യമായിട്ട് വരുത്തിയിട്ടില്ല. നമ്മൾ ആ എഞ്ചിൻ ബേ ഓപ്പൺ ആക്കുന്ന സമയത്തേക്ക് ഞാൻ ഒരു കാര്യം പറയാം. ഓക്കെ, അപ്പം ഈ സൈഡിലും ഒക്കെ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. നമുക്ക് ഈ വാഹനത്തിന് ഇൻറ്റീരിയറിലേക്ക് പോകാം. ഇതിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളെടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പം ഡോട്ട്രിമൊക്കെ വരുവാണെങ്കിൽ നമുക്കിവിടെ നോക്കി കഴിഞ്ഞാൽ റെഡ് സ്റ്റിച്ചിങ്ങുകളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് സ്ക്രീനിൽ കാണാൻ പറ്റുമായിരിക്കും. റെഡ് സ്റ്റിച്ചിങ്സ് കാണാൻ പറ്റും. സീറ്റിനകത്തൊക്കെ റെഡ് സ്റ്റിച്ചിങ്സ് ആയിരുന്നു. അകത്തേക്ക് വരുമ്പോൾ കംപ്ലീറ്റ് ഒരു ബ്ലാക്ക് തീംഡ് ആയിട്ടുള്ള വരുന്നൊരു വാഹനമാണ്. ഇത് ബ്ലാക്ക് കളറായിട്ട് വരുന്ന ഒരു വാഹനമാണ് കംപ്ലീറ്റ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഈ ഫ്രെയിമിൽ നോക്കുമ്പോൾ തന്നെ കണ്ടോ കംപ്ലീറ്റ് റെഡ് ലൈറ്റുകളും റെഡ് സ്ട്രൈപ്സും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. നമുക്കൊരു കാര്യം ചെയ്യാം, സ്റ്റിയറിംഗ് മുതൽ പറഞ്ഞു തുടങ്ങാം. ഇത് ഈ ഒരു വാഹനത്തിന് N-line സീരീസിൽ വരുന്ന, അതായത് ഇപ്പോൾ i20 ഒക്കെ ആണല്ലോ N-line വരുന്നതിനകത്തൊക്കെ ഈ സെയിം സ്റ്റിയറിംഗ് ആണ് ഉപയോഗിക്കുന്നത്. സാധാരണ നമ്മുടെ ഈ ക്രെറ്റയ്ക്കകത്തൊക്കെ വരുന്ന ഡീകട്ട് സ്റ്റിയറിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് റൗണ്ട് സ്റ്റിയറിംഗ് ആണ് വരുന്നത്. അതും ഭയങ്കര ഫൈൻ ലെതറായിട്ടാണ്, ഭയങ്കര രസമാണ്. അതിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത് നമുക്കൊരു നമ്മൾ കുറേയൊക്കെ സ്പോർട്ടിനെസ് നമ്മുടെ മനസ്സിൽ കൂടെയാണല്ലോ. അപ്പോൾ കയറി ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഫീൽ കിട്ടാൻ നല്ലൊരു ഫീഡ്ബാക്ക് റെസ്പോൺസ് ഉള്ള ഒരു സ്റ്റിയറിംഗ് ഉണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞാൽ ഇത് പെർഫോമൻസ് എഡിഷൻ ആയതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗിൻ്റെ സ്റ്റെബിലിറ്റി കൂടിക്കൊണ്ടിരിക്കുന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഫീഡ്ബാക്കും നമുക്ക് ഡ്രൈവിംഗ് നല്ല രീതിയിൽ നമുക്ക് കിട്ടും. ഇനി നമുക്ക് സീറ്റ്സിലേക്ക് വരാം. സീറ്റ്സിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് 8 തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ആ സീറ്റ്സിനകത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ N-lineൻ്റെ ആ N നമുക്കിവിടെ
കാണാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു സ്പോർട്ടി ആക്സെൻറ്റും കാര്യങ്ങളും ഇപ്പോൾ ഈ സ്പോർട്സ് റൈഡർമാരുടെ ജാക്കറ്റിലൊക്കെ ഉള്ള ടൈപ്പ് ഡിസൈൻസ് ഉണ്ട്. ഫൈൻ ക്വാളിറ്റി ലെതറിട്ടാണ് വരുന്നത്. പെർഫറേറ്റഡ് ആയിട്ടുള്ള സീറ്റ്, ഫ്രണ്ടിലെ 2 സീറ്റുകളും നമുക്ക് വെന്റിലേറ്റഡ് ആയിട്ടുള്ള സീറ്റുകളാണ് വരുന്നത്. അതുകൊണ്ട് ഈ ബോൾസ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ കംപ്ലീറ്റ് റെഡ് കളറുള്ള ആക്സൻസും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചസ് ഇതാണ്ട് ഈ ഒരു താഴെ വരുമ്പോൾ നമുക്ക് ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചസ് കാണാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ നമുക്ക് ഒരു റെഡ് എലമെൻറ്റ് ഇവിടെ ഈ ഒരു വശത്ത് നിന്ന് തുടങ്ങുന്നുണ്ട്. എഞ്ചിൻ്റെ ഒരു സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് ഉണ്ടല്ലോ, അതിൻ്റെ ചുറ്റുമായിട്ടും ഒരു റെഡ് കളറുള്ള ഒരു പാനൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും ഭംഗിയായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടെ അകത്തുനിന്ന് കയറിയിട്ട് നമുക്ക് നോക്കാം. ഒരുപാട് വ്യത്യാസങ്ങളൊന്നും ഇല്ലെങ്കിൽ എവിടേക്കാണ് ഈ റെഡ് ഇവർ വാരി വിതറിയിരിക്കുന്നത് നമുക്ക് നോക്കണ്ടേ. ഏറ്റവും പുതിയ എൻലൈനിലേക്ക് വരുമ്പോൾ നിങ്ങൾ വീഡിയോക്കകത്ത് കാണുന്ന പോലെ തന്നെ റെഡ് കളേഴ്സാണ് കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്. ഓൾറെഡി സ്റ്റിയറിങ്ങിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിനി ഡാഷ്ബോർഡിലേക്ക് നോക്കുകയാണെങ്കിൽ 2 കണക്റ്റഡ് ആയിട്ട് വരുന്ന 2 ക്ലസ്റ്ററുകളാണ് ഇന്നത് കാണുന്നത്. പ്രത്യേകിച്ച് ഇൻഫോർടൈൻമെൻറ്റും അതുപോലെ തന്നെ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും നമുക്കിവിടെ കാണാൻ പറ്റും. രണ്ടും 10.25 ഇഞ്ചിൻ്റെയാണ്. അപ്പോൾ നമുക്ക് ഒറ്റ പീസ് പോലെ തോന്നിക്കുന്ന രീതിയിലാണ് അത് വന്നിരിക്കുന്നത്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് ഒന്നും പറയുന്നില്ല, നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഹുണ്ടായുടെ കണക്ടിവിറ്റി ഫീച്ചേഴ്സും അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്. ഇതിനകത്ത് മെയിനായിട്ട് കണ്ടോ ഇവിടെ ഒരു റെഡ് കളറുള്ള ഒരു ആക്സെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നല്ല രസമുണ്ട് കേട്ടോ. ഈ ഒരു റെഡ് കളർ ആക്സെൻറ്റ് വാഹനത്തിന് ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഈ ഒരു വശത്ത് ആ ഒരു AC-യുടെ വെൻറ്റ് അതിനകത്തോടെ കവർ ചെയ്തിരുന്ന ഈ ഭാഗമല്ല, ഇവിടെ എല്ലാം ഒരു റെഡ് ഒരു ക്ലാഡിംഗ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുണ്ട്, ഇത് ആംബിയൻ ലൈറ്റിംഗ് ആണ് കേട്ടോ. നേരത്തെ ഒരു ആംബർ ലൈറ്റിംഗ് ആയിരുന്നു, ഒരു ഓറഞ്ച് കളർ ലൈറ്റിംഗ് ആയിരുന്നെങ്കിൽ ഇപ്പം ഈ ഒരു മോഡലിലേക്ക് വന്ന സമയത്ത് എൻലൈനിലേക്ക് വന്ന സമയത്ത് റെഡ് കളറുള്ള ആക്സെൻസ് ആണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതാണ് അകത്തുനിന്നുള്ള ഒരു എൻലൈൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഡ്യുവൽ ക്ലൈമറ്റ് കൺട്രോൾ ACs ആണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഓൾറെഡി നേരത്തെ നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ട് പറയാത്തതാണ്, ലൈക്ക് ഇതുപോലെ നമുക്ക് ചാർജിങ് പോർട്ടുകളും വയർലെസ് ചാർജേഴ്സൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അതുപോലെ ഡ്രൈവും ട്രാക്ഷൻ മോഡുകളൊക്കെ ഉണ്ട് കേട്ടോ. അത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്താൽ. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു വാഹനപ്രേമിയുടെയും ഒരു ആഗ്രഹം എന്ന് പറയുന്നത് അതിൻ്റെ ഗിയർ നോബുകൾ എല്ലാവരും ഹഠാതെ ആകർഷിക്കുന്ന ഒരു കാര്യമാണ്. ഇത് നമുക്ക് 2 വേരിയൻറ്റിൽ നമുക്ക് വാഹനത്തിനകത്ത് അവൈലബിൾ ആണ്. നമുക്ക് ഒരു മാനുവൽ ട്രാൻസ്മിഷൻ നമുക്ക് കിട്ടും, അതായത് ഒരു 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ കിട്ടും. അതുപോലെ ഒരു 7 സ്പീഡ് DCT ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ കിട്ടും. ഈ വാഹനത്തിനകത്ത് ഒരു 7 സ്പീഡ് DCT ആണ്. അതുകൊണ്ട് ഇതിനകത്ത് എൻലൈൻ്റെ ആ ഒരു സ്റ്റിയറിംഗ് നോബാണ് കേട്ടോ. എൻലൈൻ്റെ ഒരു ഗിയർ നോബാണ് നമ്മൾ കാണുന്നത്. ആ എന്നുള്ള ഒരു സിമ്പിൾ നമുക്ക് അവിടെ കാണാം. അതുപോലെ നമുക്ക് റെഡ് ആക്സെൻറ്റ് കാണാം. അതുപോലെ ഈ ഒരു കവറിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് റെഡ് സ്റ്റിച്ചിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു കാഴ്ചയും കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പം വേറെ എങ്ങനെ എൻലൈനിൽ എടുത്ത് പറയാനായിട്ടുള്ള ഫീച്ചേഴ്സ് ഒന്നുമില്ല. ബോസിൻ്റെ 8 സ്പീക്കേഴ്സാണ് അതിനകത്ത് വരുന്നത്. അടിപൊളി നല്ല മ്യൂസിക് സിസ്റ്റമാണ് കേട്ടോ ഈ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വശത്തെ കാഴ്ച എന്ന് പറയുന്നത്. പിന്നെ റൂഫിലേക്ക് വരുന്ന സമയത്താണെങ്കിലും നമുക്കിവിടെ ഓവർവ്യൂ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ സൺവൈസേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വലിയ വാനിറ്റി മിററാണ്, നല്ല അടിപൊളിയായിട്ട് മുഖമൊക്കെ നോക്കി നമുക്ക് പോകാനായിട്ട് പറ്റും. പിന്നെ ഇതുപോലെ മൂൺലൈറ്റ് കളേഴ്സിലുള്ള നമുക്കിവിടെ റീഡിംഗ് ലാംപ്സ് കാണാം, ഒരു കണ്ണാടി വെക്കേണ്ട ഒരു ഏരിയയും കാണാം. പിന്നെ ഇതിൻ്റെ സൺറൂഫാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു സൺറൂഫാണ്. പ്രത്യേകത എന്ന് പറയുന്നത് വോയിസ് കമാൻഡ് അസിസ്റ്റിൽ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സൺറൂഫാണ് കേട്ടോ. ഇപ്പം ഞാനത് പറഞ്ഞു നോക്കുന്നത് കാരണം പേടിയെ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ, അതായത് നെറ്റ് കണക്ടിവിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അതങ്ങനെ വർക്ക് ആവുള്ളൂ. അപ്പം ഇതാണ് പുതിയ എൻലൈൻ്റെ ഒരു കോക്പിറ്റ് ഏരിയ എന്ന് പറയുന്നത്. സെക്കൻഡ് റോയിലേക്ക് നമുക്കൊന്ന് പോകാം. രണ്ടാമത്തെ റോയിലാണ് ഏറ്റവും ഒരു കംഫർട്ടബിലിറ്റി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം സീറ്റ്സിൻ്റെ ഒരു ചെരിവ് തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ഭയങ്കരമായിട്ട് ഹെഡ് റൂം ഉണ്ട്. അതുപോലെ നമുക്ക് ലെഗ് റൂം ആണല്ലോ ആവശ്യത്തിലധികം ഉണ്ട്. തൈ സപ്പോർട്ട്സ് ഉണ്ട്. അതുപോലെ വേറൊരു കാര്യമുണ്ട്, നമുക്ക് ഹെഡ് റെസ്റ്റ് നമുക്ക് 2 പേർക്ക് നമുക്ക് ഈസിലി ഹെഡ് റെസ്റ്റ് കൊടുക്കാം. അതുകൊണ്ട് ഇവിടെ അഡീഷണൽ ആയിട്ട് എൻലൈനിൻ്റെ കൂടെ ഒരു എന്താ പറയുന്നത് ഒരു സ്പോഞ്ച്, അതായത് ഒരു ചെറിയ തലവണയും കൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചാരി ഇരിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് പ്രധാനപ്പെട്ട വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ല. ഇതിനകത്ത് മൊത്തം നമ്മൾ ഈ സ്റ്റിച്ചിങ്സ് ഒക്കെ തന്നെയാണ് നമ്മുടെ കണ്ണിലേക്ക് വരുന്നത്, റെഡ് കളർ വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് വെയിലടിക്കാതിരിക്കാനുള്ള ഒരു കോട്ടൺ ഇൻബിൽറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ റീഡിംഗ് ലാംപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻലൈനിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ പ്രകടമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ, ഈസ്തെറ്റിക്കലി വന്ന കുറച്ച് ചേഞ്ചസേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ സേഫ്റ്റിയെക്കുറിച്ച് സംസാരിക്കാം. 6 എയർ ബാഗുകളാണ് ഈ N10 എന്ന് പറയുന്ന വേരിയൻറ്റിനകത്തുള്ളത്. പിന്നെ നമുക്കറിയാം പിന്നെ ABS, EBD, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, പ്രോഗ്രാം ട്രാക്ഷൻ, അങ്ങനെയുള്ള പിന്നെ ഡ്രൈവിംഗ് മോഡ്സ് എല്ലാം ഉണ്ട്. ISOFIX, IL സീറ്റ്സ്, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എല്ലാ തരത്തിലും സേഫ്റ്റി ഉള്ളൊരു വാഹനമാണ്. പിന്നെ വേറൊരു കാര്യം പറയാനായിട്ട് വിട്ടു, ഇതിനകത്ത് 19 ഫീച്ചേഴ്സ് ഉള്ള ADAS ഫീച്ചർ ഈ വാഹനത്തിനകത്തുണ്ട് കേട്ടോ. നമുക്ക് ടോട്ടലി ഈ പറയുന്ന പോലെ 19 ഫീച്ചേഴ്സാണ്. അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം എല്ലാ വീഡിയോസിലും നമ്മളിത് പറയുന്നത് എന്തൊക്കെയാണ്. ഇപ്പം ഈ പറയുന്ന റോഡിൽ നിന്ന് പുറത്തേക്ക് പോകാതിരിക്കാനുള്ളത്, റോഡിലേക്ക് തിരിച്ച് കയറി വരാതിരിക്കാനുള്ളതും, അതുപോലെ ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷനും അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്പെസിഫിക്കലി N9 മാത്രം പറഞ്ഞു വരുന്നതുകൊണ്ടാണ് എന്തൊക്കെയാണ് സാധാരണ കെട്ടയിലും N9 വ്യത്യാസം എന്നാണ് നോക്കേണ്ടത്. ഇനി നമുക്ക് എൻ്റെ ഹുഡ് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഹുഡിനടിയിൽ ഇരിക്കുന്നത് ഒരു 1.5 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. അതായത് ഈ എഞ്ചിൻ്റെ കാര്യത്തിലൊന്നും വലിയ വ്യത്യാസങ്ങൾ ഇവർ വരുത്തിയിട്ടില്ല. അതായത് നമ്മൾ നേരത്തെ ഇരിക്കുന്ന ക്രെറ്റയിലെ സെയിം എഞ്ചിനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്.
അതായത് 160 PS പവറും 253 Nm ടോർക്കുമാണ് വണ്ടിയുടെ എഞ്ചിൻ നമുക്ക് ഡെലിവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം സാധാരണ എല്ലാം വരുമ്പോൾ കുറച്ചുകൂടെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് വരുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവർ മെയിനായിട്ടും എസ്തെറ്റിക്കലിയും അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ വാഹനത്തിനകത്തെ ഉള്ള ഈ സസ്പെൻഷൻ അതുപോലെ സ്റ്റിയറിങ്ങിൻ്റെ ഫീഡ്ബാക്ക് ഇതിലൊക്കെയാണ് മെയിനായിട്ടുള്ള വ്യത്യാസങ്ങളോട് വരുത്തിയിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഒരുപാട് ഇപ്പോൾ 160 PS തന്നെ നമ്മുടെ നാട്ടുകളിലെ റോഡുകളിൽ വളരെ ധാരാളമാണ്. കുറച്ചും കൂടെ ഈ പറയുന്ന വിലയും കൂടെ ഒക്കെ നോക്കണമല്ലോ, മുകളിലോട്ട് പോകുന്നതനുസരിച്ച് പ്രൈസിൻ്റെ ഫിഗേഴ്സ് പോകും, മൈലേജിൻ്റെ ഡ്രോപ്പുകൾ വരാം, അപ്പം അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ വിലയും കാര്യങ്ങളും നമുക്കൊന്ന് നോക്കാം. ഇനി ഇതിൻ്റെ വിലയെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ ഏകദേശം 30,000 രൂപയുടെ മാറ്റമാണ് ഇത്രയും ചേഞ്ചസ് കൊണ്ടുവരുമ്പോൾ വാഹനത്തിനകത്ത് വരുന്നത്. അപ്പം നമുക്ക് N8 വരുന്ന സമയത്ത് 20.6, അതായത് 20,60,000 രൂപയ്ക്ക് നമുക്ക് വണ്ടി ഓൺ റോഡിൽ ഇറക്കാനായിട്ട് സാധിക്കും. N10 വരുന്ന സമയത്ത് പല വേരിയൻസ് ഉണ്ട്, കളർ വേരിയൻസിന് പ്രൈസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള വരുന്നതെന്ന് പറയുന്നത് 23.7 ലക്ഷമാണ് വാഹനത്തിൻ്റെ വിലയെന്ന് പറയുന്നത്. പിന്നെ ഹുണ്ടയെ സംബന്ധിച്ച് അവൻ നമുക്കറിയാം പോപ്പുലറാണ്, നമ്മുടെ തിരുവനന്തപുരത്ത് കാരക്കാമണ്ട ഉള്ള പോപ്പുലറിലാണ് ഇരിക്കുന്നത്. പോപ്പുലറിൻ്റെ സർവീസിനെ കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല, അടിപൊളി സർവീസാണ് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ വാഹനത്തിന് 7 വർഷം വരെ എക്സ്റ്റൻഡഡ് വാറണ്ടി നമുക്ക് കിട്ടും. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്രെറ്റ ഇനി നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വേരിയൻറ്റിലേക്ക് വരാം. ചെറിയ വ്യത്യാസങ്ങൾക്ക് ഒരു വ്യത്യാസമുള്ള ചെറിയ പൈസ വ്യത്യാസമേ ഉള്ളൂ, എങ്കിൽ വ്യത്യാസമുള്ളൊരു വണ്ടി നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുവന്നായിരിക്കും. അപ്പോൾ ഈ വാഹനത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് വേണ്ടി ഇടണം. പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. സോ ദിസ് ഈസ് റോബിൻ സൈനിങ് ഫ്രം റോബ് മൈ ഷോ.